പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടി വരും. അതിനാൽ പോലീസ് ജാഗ്രത പാലിക്കണമെന്ന് DGP മുന്നറിയിപ്പ് നൽകി. പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ നൽകേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. CCTV ദൃശ്യങ്ങൾ നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. പകർപ്പ് ജനൻ TVക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളും വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതാണ് എന്നുള്ള ഒരു വസ്തുത പുറത്തു വരുന്നു. അതിനെ സംബന്ധിച്ച രേഖയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ പോലീസുകാർ കുറച്ച് ജാഗ്രത പാലിക്കണമെന്ന് DGPയും പറയുന്നു. കൂടുതൽ വിവരങ്ങൾ രാജീവ്. വിനോദ്, 2023 കേസിനാസ്പദമായ ഈ സംഭവം നടക്കുന്നത്. പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ഹോട്ടലിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഹോട്ടൽ ഉടമയും ജീവനക്കാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും പീച്ചി പോലീസ് ഉദ്യോഗസ്ഥർ അവരെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഹോട്ടൽ ഉടമയും ജീവനക്കാരും നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. തങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്ന നിലപാടായിരുന്നു പീച്ചി SHO ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത്. ഇതിനെ തുടർന്നാണ് പരാതിക്കാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഈ പീച്ചി പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകണമെന്നായിരുന്നു പ്രധാനമായും ആവശ്യം. എന്നാൽ വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് CCTV ദൃശ്യങ്ങൾ നൽകാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ CCTV ദൃശ്യങ്ങൾ നൽകുന്നതിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു പോലീസ് ചൂണ്ടിക്കാണിച്ചത്. മാവോയിസ്റ്റ് പ്രശ്നങ്ങൾ ഉൾപ്പെടെ പീച്ചി പോലീസ് ആ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിയോട് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിൽ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് എന്ന് സംസ്ഥാന പോലീസ് മേധാവിയും അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും വിവരാവകാശ കമ്മീഷൻ അംഗീകരിച്ചില്ല. ഇതിനുശേഷമാണ് ഈ CCTV ദൃശ്യങ്ങൾ ഈ പരാതിക്കാർക്ക് നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് രാജീവ് പങ്കുവെക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളും വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടി വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം രാജീവ് റിപ്പോർട്ട് ചെയ്യുന്നു.